ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇവിടുത്തെ ഒരു റുട്ടീന് സെറ്റായി. ബേസിക്കലി എല്ലാ ദിവസവും ഒരുപോലെയാണ്. മീൽസ് ആയാലും അതുപോലെ തന്നെ പിന്നെ ട്രെയിനിങ് ഇപ്പോൾ സിംഗിൾ മസിൽ ഗ്രൂപ്പ് ആണല്ലോ. ഇന്ന് ഞാൻ 200 കാലറീസ് വീണ്ടും കൂട്ടി. കാരണം വെയിറ്റ് അത്യാവശ്യം കുറഞ്ഞു. 58-58.50 ആ രീതിയിലേക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക. കാരണം ഹൈ വോള്യൂം സെഷനുമാണ്, അതുപോലെ തന്നെ കാർഡിയോ എന്നും ചെയ്യുന്നുണ്ട്. ഞാൻ 200 കാലറീസ് കൊണ്ടും കൂട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നമ്മൾ ബൾക്കിംഗ് ആണല്ലോ നമ്മുടെ നെയിം. ഇപ്പോൾ കുറച്ച് കാലറീസ് കൂട്ടി ഞാൻ. ഇപ്പോൾ ഏകദേശം 2300 കറക്റ്റ് എൻ്റെ മെയിൻ്റനൻസ് ആണ് പ്രീവിയസ് തൊട്ടത്തെ. സോ ഇവിടുന്നാണ് ഇനി നമ്മൾ ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 വീക്സ് കഴിഞ്ഞാൽ വീണ്ടും കാലറീസ് കൂട്ടും ഞാൻ. പിന്നെ ഇന്നത്തെ മീല് നോർമലായിട്ട് തന്നെ, ഒരു വ്യത്യാസമില്ല അന്ന് കാട്ടിയ പോലെ തന്നെ. പക്ഷെ ബ്രെഡിൽ ഞാൻ ജസ്റ്റ് വേറെ ഏതോ ബ്രെഡ് വാങ്ങിയിട്ട്, ബ്രിട്ടാനിയുടെ തന്നെ മില്ലറ്റ് ബ്രെഡ്. പിന്നെ ഫ്രണ്ടിന് ചപ്പാത്തിയാണ്. അതുപോലെ തന്നെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇന്നാകുമ്പോൾ ഷോൾഡർ സെഷനാണ്. കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യണു, എന്നിട്ട് നേരെ ജിമ്മിലേക്ക്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ബൾക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് നമ്പർ ഓഫ് മീൽസ് നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് നിങ്ങളുടെ ഡെയിലി കാലറിക് ആയിട്ടുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ കുറച്ചുകൂടി സ്റ്റാർട്ട് ഏർലി. ലൈക്ക് ഒരു രാവിലെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുക, 12 മണിക്ക് കഴിക്കുക, 3 മണിക്ക് കഴിക്കുക. അങ്ങനെ ഒരു 3 hours ഗ്യാപ്പ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പർ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് നമ്പർ ഓഫ് മീൽസ് 6 മീൽസ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. അതിന് മുന്നേ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് നമ്പർ ഓഫ് മീൽസ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ പെർ മീൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാം. അപ്പോൾ ആസ് എ ഹോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ബൾക്കിംഗ് കുറച്ചുകൂടി ഈസിയർ ആവും. കാരണം അതിന് പകരം ഇപ്പോൾ ഒരാൾ ഇപ്പോൾ രാവിലെ 12 മണിക്കാണ്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് കഴിച്ചു തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പർ ആവില്ല. അത് ഡൈജസ്റ്റ് ആയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്പർ ഓഫ് മീൽസ് എത്രയാണോ അതിനെ സ്പാൻ ഔട്ട് ചെയ്യുക ഒരു ദിവസത്തിൽ. ഒരു 5 to 6 മീൽസ് ആക്കിയിട്ട്, എന്നിട്ട് കുറച്ച് ടൈം അതിൽ കൊടുക്കുക ഇൻ ബിറ്റ്വീൻ ഡൈജസ്റ്റ് ആവാനും. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വിശക്കും, ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിശക്കും, അപ്പം കഴിക്കുക. അങ്ങനെയാകുമ്പോൾ ബൾക്കിംഗ് മച്ച് മോർ ഈസിയർ ആവും. ഷോൾഡർ ഡേ ഫസ്റ്റ് മൂവ്മെൻറ്റ്, അതിന് മുന്നേ ഞാൻ ഷോൾഡർ റൊട്ടേഷൻസ് ചെയ്ത് അത്യാവശ്യം മൊബിലിറ്റി കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് 2 സെറ്റ് വാമപ്പ് അടിച്ചു. എന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് എക്സസൈസ് തുടങ്ങുന്നത്. കാരണം എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചറീസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ മൂവ്മെൻറ്റ് സ്മിത്തിൽ ഓവർ ഹെഡ് പ്രസ്സാണ്. ഞാൻ ഡമ്പലാണ് അടിക്കാറ്, പക്ഷേ അവിടെ 25 kgs ഉള്ളൂ. അത് ചെറിയ വെയിറ്റ് ആണ്, 30 kgs പോവാറ്. അപ്പോൾ ഇന്ന് ഞാൻ സ്മിത്തിൽ അടിക്കാമെന്ന് വെച്ചു. 2 ഹാർഡ് സെറ്റ്സ് ആണ് സ്മിത്തിൽ പെർഫോം ചെയ്യാൻ പോണേ. 6 to 8 reps, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. I'll do it now. Okay. Thanks, man. ഇതായിരുന്നു ഒരു സെറ്റ്. എൻ്റെ അമ്മ ഇൻസെയിൻ പമ്പാണ്. സ്മിത്ത്, അതായത് ഇങ്ങനത്തെ സ്മൂത്ത് സ്മിത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ എക്സസൈസ് പെർഫോം ചെയ്യാം. സ്മിത്ത് ഫ്യൂഷൻ സ്ക്വാട്ട് ആവട്ടെ, ഓവർ ഹെഡ് പ്രസ് ആവട്ടെ. കാരണം ആ മിഷൻ എൻ്റെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ സ്മിത്ത് മിഷൻ ഭയങ്കര വെയിറ്റ്, അപ്പോൾ പെർഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വെച്ചാൽ സ്മൂത്ത് സെയിലിംഗ് ആയിട്ടുള്ളൊരു മിഷനാണ്. പമ്പ് ഇൻസെയിനാണ്. ഞാൻ 6 to 8 പ്ലാൻ ചെയ്തത്, പക്ഷേ 9 reps ഒറ്റയ്ക്ക് കിട്ടി. പിന്നെ ഒരു റെപ്പ് സപ്പോർട്ട് ചെയ്ത് അടിച്ചു. സോ 1 more സെറ്റ് ഞാൻ അതടിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മെഷീനിൽ ഒരു ഓവർ ഹെഡ് പ്രസ് അടിക്കും. Okay, man. അപ്പോൾ 2 സെറ്റ് ഓവർ ഹെഡ് പ്രസ് ഈ ഒരു മെഷീനിലും കഴിഞ്ഞു. ടോട്ടൽ 4 സെറ്റ്സ് പ്രസ്സിങ് മൂവ്മെൻറ്റ്. ഞാൻ പ്രസ്സിങ് മൂവ്മെൻറ്റ് റെപ്പ് റേഞ്ച് നോക്കുന്നത് 6 to 10 എന്നുള്ള റെപ്പ് റേഞ്ചിലാണ്. ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പെക്ക് ഡെക്കിൽ റിവേഴ്സ് റേഡൽട്ടിന് ഫ്ലൈ ആണ്. അപ്പം ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്ന അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12+ reps ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു സെറ്റിൽ. അങ്ങനെ 4 സെറ്റാണ് അടിക്കാൻ പോണത്. ഞാൻ മുന്നേ അത്യാവശ്യം ഹെവി വെയിറ്റിൽ ഒരു 8 to 10 അല്ലെങ്കിൽ 8 reps ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടില്ല. പക്ഷേ റേഡൽട്ടി ചെറിയ മസിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വോള്യൂം, അഥവാ കുറച്ചുകൂടി ഹയർ നമ്പർ ഓഫ് റെപ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുറച്ച് നാളത്തെ ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് നമുക്ക് ഗ്രോത്ത് എന്ന്.
One more. അപ്പോൾ 2 സെറ്റ്സ് ഞാൻ നോർമലായിട്ട് റിവേഴ്സ് ഫ്ലൈ അടിച്ചു, 2 സെറ്റ് സിംഗിളായിട്ട് അടിച്ചത്. നിങ്ങൾക്ക് മസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി എനിക്ക് ഈ ഓഫ് സീസണിൽ ലൈക്ക് ട്രാപ്സ് ഗ്രോ ചെയ്യണമെന്നുണ്ട്. എന്നോട് പലരും കാണുമ്പോൾ ട്രാപ്സ് വീക്കാന്ന് പറയാറുണ്ട്. സോ ട്രാപ്സ് ഞാൻ ഓൾറെഡി ബാക്കിൻ്റെ ഒപ്പം 2 സെറ്റ് അടിച്ചു. ഇനി ഞാൻ 3 സെറ്റ്സ് പെർഫോം ചെയ്യും ഹെവി ആയിട്ട് 8 to 10 റെപ്പ് റേഞ്ചിൽ. ഈ കാര്യം എന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് എടുത്ത് എറിയല്ല. ട്രാപ്പിൽ പലരും അതാ ചെയ്യാറ്. കൺട്രോൾ ചെയ്ത് ആ ഒരു നെഗറ്റീവ് എത്ര ഡ്രോപ്പ് ചെയ്യാൻ പറ്റും അടിക്ക്, ആ സ്ട്രെച്ച് ഫുൾ ഫീൽ ചെയ്തിട്ടാണ് റെപ്പ് കംപ്ലീറ്റ് ചെയ്യണത്. കൺട്രോൾ. അപ്പോൾ ട്രാപ്പും ഫിനിഷായി. ഏകദേശം 3 സെറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ 8 to 10 റെപ്പ് റേഞ്ച്. നെക്സ്റ്റ് ലാറ്ററലൈസ് ആണ്. ഞാൻ ഇതോട്ടം ഏകദേശം 2 സെറ്റ് മെഷീനിൽ 2 സെറ്റ് ഡംബൽ അടിക്കാനാണ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ കേബിൾ മെഷീനിൽ എത്രയൊക്കെ വെയിറ്റ് അടിക്കുകയാണെങ്കിലും 5 കിലോ അല്ലാണ്ട് ഒന്നും പൊങ്ങില്ല പ്രോപ്പറായിട്ട് അടിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ എറിയണം വെയിറ്റ്, അത് ഞാൻ ചെയ്യില്ല. ഇതിൽ എങ്ങനെ പോലും പ്രോഗ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു 2 സെറ്റ് കൂടുതൽ റെപ്പിനെ ഫോക്കസ് ചെയ്യാൻ 12+ റെപ്സ് അത് പ്രോപ്പറായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. Three more. 2 more. 1 more. Couple half rep. 1, 2, 3, 4. ഒരെണ്ണോടി. പുഷി. ഗുഡ് വൺ. 2 സെറ്റ് നമ്മൾ കേബിളിൽ ഫിനിഷ് ചെയ്ത് ഏകദേശം 15+ റെപ്സ് അടിച്ച് ഞാൻ. ഇനി 2 സെറ്റ് ഡംബലിൽ അടിക്കാനാണ്. ഇതിൽ ഞാനൊരു 8 to 10 റെപ്പ് റേഞ്ച് എയിം ചെയ്യാൻ പോവാം. ഒരു പറ്റണ വെയിറ്റ് ഞാൻ പറഞ്ഞ പോലെ 8 to 10 റെപ്പ് റേഞ്ചിൽ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകാൻ. അതിൻ്റെ ഒപ്പം ഒബിയസ്ലി പാർഷ്യൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഡ്രോപ്പ് സെറ്റ്. പെട്ടെന്ന് പോസ് ചെയ്യണം, കാരണം ഇവിടെ സൂംബ ക്ലാസ് തുടങ്ങും. നമ്മളപ്പോൾ പോസ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. സോ പെട്ടെന്ന് പോസ് ചെയ്യാം, 2-3 ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ചെയ്യാതെ കഴിഞ്ഞിട്ട്. ദാറ്റ്സ് എ റാപ്പ് ഫോർ ഷോൾഡർ ഡേ. പോസ്റ്റ് വർക്കൗട്ടായിട്ട് 3 ഹോൾ എക്സും 2 എഗ് വൈറ്റും പ്ലസ് ഒരു 50 grams ഓഫ് ബ്രെഡും. ഇവിടെ അതന്നെ ഹോൾ വീറ്റ് ബ്രെഡ് 50 grams. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗിൽ എനിക്ക് ടോട്ടലി കാണിക്കാണ്ടായിരുന്നത്. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് ലീൻ ബൾക്കിങ്ങിനെ പറ്റിയിട്ട്. ബട്ട് ഞാനിപ്പോൾ മെയിൻ്റെനൻസിലായിട്ടുള്ളൂ. ഇനി
കുറച്ചും കൂടി അഡ്വാൻസ് ആകുമ്പോൾ കാലറീസ് കൂടും. അപ്പം ഞാൻ ഒരു പ്രോപ്പർ ഡയറ്റ് ഞാൻ കാട്ടിത്തരാം ലീൻ ബൾക്കിങ്ങിനെ കുറിച്ചിട്ട്, ഞാൻ എങ്ങനെയാണ് പ്ലാൻ ഔട്ട് ചെയ്യണം എന്നുള്ള ആസ്പെക്റ്റിൽ. സോ ഈ വീഡിയോ ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. ഷോൾഡർ റൂട്ടീൻ ട്രൈ ചെയ്യുക. സോ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. സ്റ്റേ സ്ട്രോങ്.